ഹലോ! എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കിടിലം സ്കിൻ കെയർ ടിപ്പാണ്. വെറും 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് നമ്മുടെ സ്കിന്നിനെ നല്ല അടിപൊളിയാക്കി എടുക്കാം. അപ്പോൾ അതാണ് ഞാനിന്ന് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തതിനോടൊപ്പം തന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഓപ്ഷനും കൊടുക്കുക. വീഡിയോ ഇഷ്ടമാവുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ മുടിയെല്ലാം ഒന്ന് ഒതുക്കി വയ്ക്കാം. നമ്മൾ ഫേസിൽ എന്ത് തന്നെ പാക്ക് ഇടുമ്പോഴായാലും ഹെയർ ഒന്ന് ഒതുക്കി വയ്ക്കുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം ചില പാക്കുകളാണെങ്കിലും നമ്മുടെ ഹെയർ കൊഴിയാനുള്ള സാധ്യത ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഹെയറിലൊന്നും ടച്ച് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മളിങ്ങനൊരു ഹെയർ ബാൻഡ് വെച്ചിട്ട് മുടി ഒന്ന് ഒതുക്കി ഇട്ട് കഴിഞ്ഞാൽ അത് ഹെയറിനും നല്ലതാണ്, സ്കിന്നിനും നല്ലതാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അതെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അലോവേറ ജെല്ലാണ്. നാച്ചുറൽ അലോവേറ ഉള്ളവർക്ക് അതും എടുക്കാവുന്നതാണ്. പക്ഷേ കട്ട് ചെയ്തൊരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അതിലെ ജെൽ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അലോവേറയുടെ ഗുണം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാവർക്കും തന്നെ അറിയാം, സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്യുന്നുണ്ട്, സ്കിന്നിൽ ഇറിറ്റേഷൻ മാറ്റുന്നുണ്ട്, ആക്നെ മാറ്റുന്നുണ്ട്, ഡ്രൈ സ്കിൻ മാറ്റുന്നുണ്ട്, സ്കിന്നിലെ പോസ് ടൈറ്റൻ ചെയ്യുന്നുണ്ട്, സ്കിന്നിനെ ഈവൻ ടെക്സ്ചർ ആക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഗുണമാണ് ഈ പറയുന്ന അലോവേറ ജെല്ലിനുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ നാച്ചുറൽ അലോവേറ അല്ല എടുത്തിട്ടുള്ളത്, ഹിമാലയയുടെ അലോവേറ ജെല്ലാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റാണ്, ഞാൻ മിക്കവാറും യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ്. അപ്പോൾ ഈ അലോവേറയുടെ ചെറിയൊരു പോർഷനാണ് നമുക്ക് ആദ്യം വേണ്ടുന്നത്. അപ്പോൾ ഒരു ബ്രഷ് വെച്ചിട്ട് അതിൻ്റെ ചെറിയൊരു പോർഷൻ എടുക്കുക. അപ്പോൾ ഫേസിൽ മാത്രം ഇടാനാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആവശ്യമുള്ളൂ, അല്ലാണ്ട് കയ്യിലൊക്കെ ഇടണം അങ്ങനെ ഉണ്ടെങ്കിൽ കുറച്ച് അധികമായിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് എത്രയാണോ വേണ്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കുക. അപ്പോൾ ഫേസിന് ശരിക്കും ഇത്രയും മതി, വേണമെങ്കിൽ കുറച്ചും കൂടി എടുക്കാം, ഇതാണ് ഒരു അളവ്. അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ കുറച്ച് ഹണിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഹണിയുടെ ഗുണം അറിയാലോ, മോയ്സ്ചറൈസർ ചെയ്യുന്നുണ്ട് സ്കിന്നിനെ, സ്കിൻ ഹീൽ ചെയ്യുന്നുണ്ട്, ബ്രേക്ക് ഔട്ട്സ് പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്, ഡ്രൈ സ്കിന്നിനെ മാറ്റുന്നുണ്ട്, അങ്ങനെ ഒരുപാട് ഗുണമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അലോവേറ ജെല്ല് കുറച്ച് കട്ടിയായിട്ട് കിടക്കും, അപ്പോൾ അതിനെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് പ്രോപ്പറാക്കി എടുക്കണം. അപ്പോൾ ഒരു 5 മിനിറ്റോളം നമ്മളിങ്ങനെ ഈ രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടും ഒരു പ്രോപ്പർ മിക്സറായിട്ട് കിട്ടുന്നതായിരിക്കും. നാച്ചുറൽ അലോവേറ ആകുമ്പോൾ കുറച്ചധികം സമയം ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും കേട്ടോ. അല്ലാതെ നമ്മൾ വാങ്ങിക്കുന്ന അലോവേറ ജെല്ലാണെങ്കിൽ അധികം സമയം വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സ് ആയി കിട്ടും. മേക്കപ്പ് ഒന്നുമില്ലാതെ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം ഒരു ബ്രഷ് വെച്ചിട്ട് ഫേസിൻ്റെ എല്ലാ പോർഷനിലും പ്രോപ്പറായിട്ട് ഇട്ട് കൊടുക്കുക. കണ്ണിന് ചുറ്റും ഇട്ടാൽ മതി, കണ്ണിൻ്റെ മുകളിലൊന്നും ഇടേണ്ട ആവശ്യമില്ല. അലോവേറ എപ്പോഴും നമ്മുടെ ഫേസിന് ഭയങ്കര തണുപ്പ് തരുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇത് ഇടുമ്പോഴായാലും നമുക്കിപ്പോൾ ഓഫീസ് സ്ട്രെസ്സോ അല്ലെങ്കിൽ ഓവർലോഡ് വർക്കൊക്കെ ഉള്ളവർക്ക് ഫേസൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് അല്ലെങ്കിൽ മൊത്തത്തിലൊരു റിലാക്സേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഈ അലോവേറ ജെല്ലും ഈ ഹണിയും ചേർന്നുള്ള പാക്ക് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഫേസ് മൊത്തത്തിലൊന്ന് തണുക്കും, നമുക്ക് കുറച്ച് നേരം ടെൻഷൻ റിലീഫും അല്ലെങ്കിൽ ആ തലവേദനയൊക്കെ ഒന്ന് മാറിക്കിട്ടും ആ ഒരു തണുപ്പ് ഫേസിലേക്ക് ചെല്ലുമ്പോൾ. അപ്പോൾ പ്രോപ്പറായിട്ട് എല്ലാ പോർഷൻസിലും നമ്മൾ നന്നായിട്ട് ഇട്ട് കൊടുക്കുക. മാക്സിമം ഈവനായിട്ട് തന്നെ ഇടാൻ ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ ഇട്ടതിന് ശേഷം നമുക്ക് ശരിക്കും ഒരു 30 മിനിറ്റോളം വെയിറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഫേസ് വാഷ് ചെയ്യാം. ഇനി ചില ആൾക്കാരുണ്ട് ഇത് ഓവർനൈറ്റ് വെച്ച് കിടന്നുറങ്ങി രാവിലെ വാഷ് ചെയ്ത് കളയുന്നവരുണ്ട്. അങ്ങനെ പറ്റുന്നവർക്ക് അങ്ങനെയും ചെയ്യാം, എന്തായാലും കുഴപ്പമില്ല. എന്തായാലും ഞാനൊരു 30 മിനിറ്റ് വെയിറ്റ് ചെയ്യാണ്. വെയിറ്റ് ചെയ്തതിന് ശേഷം ഫേസ് ഒന്ന് വാഷ് ചെയ്ത് നോക്കാം. അങ്ങനെ 30 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. വിസിബിളി തന്നെ നല്ല ഒരു റിസൾട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. നല്ല ഒരു റിലാക്സേഷൻ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കണം. വെറും 2 ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിൽ ഐറ്റമാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.